ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി കാറിന് തീപിടിച്ച് മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ യുവാവ് മദ്യലഹരിയിലായിരുന്ന വഴിയാത്രക്കാരനെ കാറിലിട്ട് കത്തിച്ചു. മഹാരാഷ്ട്രയിലാണ് അതിക്രൂരത അരങ്ങേറിയത്. ലാത്തൂരിലെ ഔസ താലൂക്കിൽ പൂർണ്ണമായും കത്തിനശിച്ച കാറിൽ നിന്ന് കത്തിക്കരിഞ്ഞ മൃതദേഹം പോലീസ് കണ്ടെത്തുകയായിരുന്നു. കാറിന്റെ ഉടമ ഗണേഷ് ചവാനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മരിച്ചത് ഗണേഷ് ചവാനാണെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവന്നത്. ഗണേഷ് ചവാന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ചവാന് ഒരു യുവതിയുമായി അടുപ്പമുണ്ടെന്ന് കണ്ടെത്തി. കാമുകിയെ കണ്ടെത്തി ചോദ്യം ചെയ്തതോടെ മറ്റൊരു നമ്പറിൽ നിന്നും ചവാൻ യുവതിക്ക് ചാറ്റ് ചെയ്തത് വ്യക്തമായി. മരിച്ചെന്ന് കരുതിയ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിഞ്ഞതോടെ കാറിൽ കത്തിക്കരിഞ്ഞത് ആരാണെന്നുള്ള അന്വേഷണത്തിലായി പോലീസ്. ചവാന്റെ പുതിയ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്തു. തുടർന്നുള്ള അന്വേഷണം കോലാപൂരിലേക്കും സിന്ധുദുർഗ ജില്ലയിലെ വിജയദുർഗിലേക്കും എത്തി. വിജയദുർഗിൽ വെച്ച് ചവാനെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്തപ്പോഴാണ് 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്നും പണം തട്ടിയെടുക്കാനുള്ള കുബുദ്ധിയായിരുന്നുവെന്നും വ്യക്തമായത്. ഇതിനായി സ്വന്തം മരണം ആസൂത്രണം ചെയ്തു. ഔസയിലെ തുജാൽപൂർ ടി ജംഗ്ഷനിൽ വെച്ച് ഗോവിന്ദ് യാദവ് എന്ന യുവാവിന് ചവാൻ ലിഫ്റ്റ് നൽകി. മദ്യലഹരിയിലായിരുന്ന യുവാവ് കാറിലിരുന്നുറങ്ങിപ്പോയി. വനവാട റോഡ് വഴി യാത്ര ചെയ്യവേ ചവാൻ ഗോവിന്ദ് യാദവിനെ ഡ്രൈവർ സീറ്റിലേക്ക് എടുത്തിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കാറിന് തീയിടുകയായിരുന്നു. താൻ തന്നെയാണ് മരിച്ചതെന്ന് ഉറപ്പാക്കാനായി സ്വർണ്ണ ബ്രേസ്ലെറ്റും ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് പ്രതി ഉപേക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ് തിരൂർ.